ചേർന്ന അഭിനന്ദ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭവനത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഈ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. സ്നേഹമുള്ളവരെ, ഈശോ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈശോ ഈ വീടിന്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായി തിരി തെളിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ തുടങ്ങുന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. നമുക്ക് ഈശോയുടെ വചനം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വചനം വായിച്ചു. 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. ദൈവത്തിന്റെ അനന്ത പരിപാലനയെ കുറിച്ചുള്ള വചനങ്ങളാണ് നമ്മളിന്ന് വായനയ്ക്കായി ലഭിച്ചിരിക്കുന്നത്. ഈ വീട് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിപാലനയുടെ അടയാളം എന്നോണം അവർക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമാണ്. ഇത് ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണ്. ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവിടുത്തെ പരിപാലന നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ വീട് ഈശോയുടെ കുരിശിന്റെ അടയാളത്തിൽ മുദ്രിതമാക്കപ്പെടാൻ പോകുന്ന ഈ സമയം വെഞ്ചരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതായി നമ്മൾ തിരിച്ചറിയുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വചനം ശ്രവിക്കാം. പിതാവായ ദൈവമേ, ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശദീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുടർന്നുള്ള പ്രാർത്ഥനകളിലൂടെ ഈ വീട് ഈശോയുടെ കുരിശിന്റെ അടയാളത്തിൽ മുദ്രിതമാക്കപ്പെടാൻ പോവുകയാണ്. ആദ്യമേ ഈ തിരുഹൃദയ രൂപം നമ്മൾ വെച്ചിരിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമായിരിക്കട്ടെ. ദൈവമേ, നിന്റെ മോഹനം നിന്റെ വാഴുവാൻ ഭാഗ്യവാനാ. ദൈവമേ, നിന്റെ മോഹനം കണ്ണുകൾ ശോഭ കഴുകി നിൽപ്പൂ. കാതുകൾ നിന്മാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ ശോഭ കഴുകി നിൽപ്പൂ. കാതുകൾ നിന്മാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂമിയിലായും
ദിവസം സാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈശോയുടെ തിരുഹൃദയത്തിന് കുടുംബാംഗങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബ പ്രതിഷ്ഠ ഒന്നിച്ചു ചെല്ലാം. ഈശോയുടെ തിരുഹൃദയം എല്ലാവർക്കും സമാപന ആശീർവാദം വരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വസ പിതാവിന്റെയും സകല സ്വർഗവാസികളുടെയും മാധ്യസ്ഥ്യവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെല്ലാം റെഡിയാക്കി സജ്ജമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ തിരിയുന്നു വെച്ചോ. തുടങ്ങിയില്ലേ? എല്ലാം നല്ല വീടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെയ്യുന്ന നല്ല വീട് കിട്ടി കേട്ടോ. നല്ല വീടാണുള്ള ഉദ്ഘാടനം ചെയ്യുന്ന മാനന്തവാടി രൂപതയുടെ ബഹുമാനായ സഹായമിത്രാൻ അഭിമന്യ മാർ അലക്സ് താരാമംഗലം പിതാവ്, AKCCയുടെ പുൽപ്പള്ളി യൂണിറ്റിന്റെ ബഹുമാനായ പ്രസിഡന്റ്, നമ്മുടെ ഈ സ്നേഹഭവനത്തിന് പണിയുന്നതിന് വേണ്ടി നേതൃത്വം വഹിച്ച അഡ്വക്കേറ്റ് ജോയ് വളയമ്പള്ളി സാറെ, ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോഷി പുൽപ്പയിലച്ച, AKCCയുടെ രൂപത പ്രസിഡന്റ് ബഹുമാനായ ജോൺസൺ കുൽത്തങ്കി സാറെ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നമ്മുടെ ഈ സ്നേഹഭവനം ഇന്ന് വെഞ്ചരിക്കപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മുടെ ഇന്നത്തെ ഈ ഭവനം സ്നേഹഭവനം വെഞ്ചരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെറിയ മീറ്റിങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ അലക്സ് താരാമംഗലം പിതാവാണ്. സ്നേഹബഹുമാനായ അലക്സ് താരാമംഗലം പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അധ്യക്ഷൻ ജോയി സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് AKCCയുടെ ബഹുമാനായ രൂപതാ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൽ അവറുകളാണ്. നമുക്കൊക്കെ അറിയാം, KCYM-ന്റെയും മറ്റ് മദ്യവിരുദ്ധ സമിതിയുടെയും ഒക്കെ നേതൃത്വം വഹിച്ച ഞങ്ങളുടെയൊക്കെ ബഹുമാനായ നേതാവാണ് ജോൺസൺ തൊഴുത്തുങ്കൽ സാറ്. സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഇടവക വികാരി അച്ഛൻ ജോഷി പുൽപ്പേലച്ഛനാണ്. മയിലാടൂർ അച്ഛൻ തുടങ്ങി വെച്ച ഈ പദ്ധതി യാതൊരു തടസ്സവും കൂടാതെ അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനായ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നുള്ളൊരു ആവശ്യം AKCCയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇത് ചെളി നിറഞ്ഞ ഒരവയുള്ള ഒരു വയലാണ്. ആ വയലിലാണ് നമ്മൾ ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. അടിയിൽ നിന്നും പില്ലറുകൾ വാർത്ത് കയറി അതിൽ ബീം നിർമ്മിച്ച് ആ ബീമിന്റെ മുകളിലാണ് ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു വീട് വെക്കുന്ന പൈസ ഈ മണ്ണിന്റെ അടിയിൽ ചെയ്തിട്ടാണ് ഈ ഭവനം ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്നത്. മഴക്കാലത്ത് ഇതിന്റെ തൊട്ടു മുമ്പിലേക്കൂടെ ഒഴുകുന്ന തോട്ടിലൂടെ വെള്ളം നിറഞ്ഞ് ഇവരിതുപോലെ ഒരു ടാർപ്പ വലിച്ചു കെട്ടി അങ്ങനെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മഴക്കാലത്ത് ചെളിയും എക്കലും എല്ലാം അവരുടെ മുറിക്കുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ തറയില്ലാത്ത അങ്ങനെയുള്ള കുറെ ഷീറ്റുകൾ, 8-10 കൊല്ലത്തെ ഷീറ്റുകൾ ആ വീടിന്റെ മുകളിലുണ്ടായിരുന്നു. അത് പൊളിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ AKCCയുടെ ആളുകളും നമ്മുടെ ഇടവകയിലെ ആളുകളും 4 ഗവൺമെന്റിലെ സിസ്റ്റർമാരും കമ്പിയാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ആ വീട് തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് താഴോട്ട് വീണു. നമ്മുടെ മനോജിന്റെ കാല് ഒരു ഭാഗം പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക്. അത് നമ്മൾ അന്ന് പൊളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 2 മനുഷ്യജീവൻ ആ വീടിനുള്ളിൽ ഏത് താമസിക്കുന്ന ഒരു വീടാണ്. ഞങ്ങൾ അതിനെ മുന്നിട്ടിറങ്ങി ഒരു തടസ്സവും കൂടാതെ ഇത്ര ഭംഗിയായി ഈ ഭവനം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ആരുടെയും എടുക്കല്ല. അത് തമ്പുരാൻ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കും. സന്തോഷം. ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇനി ഇവർ രണ്ടുപേരുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഇവരുടെ മനസ്സുകളിലൂടെ പോകുന്ന ചിന്തകളിലെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെ സ്വപ്നം കണ്ട ഒരു വീട് അല്ലേ, ദൈവം കയ്യിൽ തന്നപ്പോൾ ഇവരുടെ ഹൃദയങ്ങൾ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പല വിധത്തിലാണ് കിട്ടുക. ദൈവം ചിലപ്പോൾ നേരിട്ട് ചിലർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. എത്തിച്ച ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കും ഇനി വരാത്ത ഒത്തിരി പേരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാവർക്കും AKCCയുടെ നാമത്തിൽ മറ്റു പല സംഘടനകളും ഉണ്ടെന്നാ പറഞ്ഞല്ലേ, എല്ലാവരും ഉണ്ട്. പുൽപ്പള്ളി ഇടവക മുഴുവനും ഉണ്ട്. മയിലാടൂരച്ഛൻ തുടങ്ങി വെച്ചത്, നമ്മുടെ പ്രിയപ്പെട്ട ജോഷച്ചൻ തുടരുന്നത്, അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭം വലിയൊരു മാതൃക കാണിക്കുകയാണ് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഇതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും അനുമോദനം അർപ്പിച്ചുകൊണ്ടും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടും ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരുടെ അധ്വാനം വൃഥാവിലാണ്. കർത്താവ് തീരുമാനിച്ചു ജോസഫേട്ടനൊരു ഭവനം വേണമെന്ന്. അതിന് കർത്താവിൻ്റെ കരങ്ങളായി പ്രവർത്തിച്ചത് ഈ ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള എല്ലാ സമുദായ സംഘടനകളും ചേർന്ന്, പൊതുജനങ്ങൾ ചേർന്ന് ഇന്ന് ഈ സ്നേഹഭവനം ഇവിടെ പൂർത്തിയാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. ജോസഫേട്ടനും ചേച്ചിയും സന്തോഷിക്കുന്നു. ഈ ഭവനം സ്നേഹഭവനം എന്നാണ് അറിയപ്പെടുന്നത്. സ്നേഹവീട് അനേകരുടെ സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്നേഹവീട് ഇവിടെ രൂപീകരിച്ചത്. ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ ഇങ്ങനെയൊരു ഭവനം ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഫലമായി ഈ ഭവനത്തെ ശക്തിപ്പെടുത്തുവാൻ നൽകുവാൻ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. നമ്മൾ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്.
ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മെ സ്നേഹിച്ച ആ അനുഭവം സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ സമുദായത്തിൻ്റെ ആ സ്നേഹം സ്വന്തമാക്കിക്കൊണ്ട് ആണ് ഈ കുടുംബം ഈ ഭവനത്തിലേക്ക് താമസിക്കുവാനായിട്ട് എത്തിച്ചേരുക. അപ്പോൾ നമ്മുടെ ആഗ്രഹവും അതുപോലെ ആശംസയും ഇവർ വലിയ സ്നേഹത്തിൻ്റെ വ്യക്തികളായി ഈ കുടുംബം മലമുകളിൽ പണിയപ്പെട്ട ഒരു ഭവനമായി എല്ലാവർക്കും പ്രകാശം പകർന്നു കൊടുക്കുന്ന മാതൃകയുടെ സ്നേഹത്തിൻ്റെ ഭവനമായി മാറണം എന്നുള്ളതാണ്. ജോസഫേട്ടനും ചേച്ചിയും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തപ്പോൾ പ്രത്യേകമായി ദൈവം അനുഗ്രഹം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരെയും ഓർക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത്. അതുപോലെ തന്നെ നമ്മുടെ മയിലാടുലച്ചൻ ഇതിനു വേണ്ടി അധ്വാനിച്ച സാമ്പത്തികമായ സഹായം നൽകി എല്ലാവരെയും നിമിഷം ഓർക്കുകയാണ്. ഈ നോമ്പുകാലത്ത് 4 ഭവനങ്ങൾ കൂടി പണിയുവാൻ നമ്മുടെ ഇടവക സഹായിക്കുന്നു. അവസരത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത AKCCയുടെ എല്ലാവർക്കും, നമ്മുടെ ജോയ് സാറിനും മറ്റെല്ലാവർക്കും പ്രത്യേകം ആയ എല്ലാ നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അഭിനന്ദ പിതാവേ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ആയിരിക്കുന്നത് ഒരു സ്നേഹാലയത്തിന്റെ മുറ്റത്താണ്. ഈ സ്നേഹാലയം സാക്ഷാത്കരിക്കുവാനായി അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കുറിച്ച് നാം വിവിധ വ്യക്തികളിലൂടെ കേൾക്കുകയായിരുന്നു. വളരെ അഭിമാനം തോന്നി. പ്രത്യേകിച്ചും ഈ സാമുദായിക ശാക്തീകരണ വർഷം ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച AKCC പ്രവർത്തകരെ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇതെല്ലാം നമുക്കൊരു മാതൃകയായിട്ട് ഇനിയും ഒത്തിരി സ്നേഹാലയങ്ങൾ ഇരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ സിസ്റ്റേഴ്സ് എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നന്ദി. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇത്രയും ഒരു ഭവനം എന്ന് പറയുന്നത് വളരെയേറെ ഒരു സ്വപ്നമാണോ സങ്കല്പമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ വിശ്രമിക്കണം, അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും ആദ്യം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്നത് വീട്ടിൽ പോകണം. അപ്പൊ വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു മനുഷ്യന്റെ കുടുംബത്തിന്റെ ഒരു ദേവാലയമാണ്. അങ്ങനെയാണ് ഭവനത്തെ ഞാൻ കണക്കാക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന ആദ്യത്തെ ഒരു ദാനമാണ് നമ്മുടെ ഭവനം. ഇനി എന്റെ കടമയിലേക്ക് ഞാൻ കിടക്കട്ടെ. പിതാവിന് കോടിക്കണക്കിന് 2 കോടി 1 കോടി 60 ലക്ഷം 80 ലക്ഷം ഒക്കെ മുടക്കി പണിയുന്ന ഭവനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒരു പിതാക്കന്മാരും വന്ന് വെഞ്ചരിപ്പ് നടത്താറില്ല. നമ്മുടെ ഇടവകയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ എൻ്റെ അഗൈരവമായ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ടൗൺ ചർച്ചിന്റെ ആത്മീയ പിതാവായ ഞങ്ങളുടെ ജോഷി അച്ഛൻ, ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഓടിച്ചെല്ലും. ഞങ്ങളുടെ ആത്മീയ ആചാരന് എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനി അടുത്തത് ജോൺസൺ സാറാണ്. അതായിട്ട് ജോയ് സാറാണ്. ജോയ് സാറിന് ഇനി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ്, ഭവനം നിർമ്മിച്ച കുട്ടി സജി, ഇടവകക്കാരൻ, പ്രിയപ്പെട്ട ഇടവകക്കാരെന്ന് പറയുമ്പോൾ കൈക്കാരന്മാര് യുടെയും AKCCയുടെയും ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി. ദൈവത്തിന് സ്തുതി.
എടുക്കാൻ പോയിട്ടുണ്ട്. ആ